IPS തലപ്പത്ത് വീണ്ടും അഴിച്ചുപണി. പുട്ട വിമലാദിത്യ ഉത്തരമേഖല IG, കെ കാർത്തിക് കണ്ണൂർ റേഞ്ച് DIG. നോക്കാം എന്തൊക്കെയാണ് ഈ പുതിയ മാറ്റങ്ങളുടെ കാരണമെന്ന്. കമലേഷാണ് നമ്മളോടൊപ്പം ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. കമലേഷ്, എന്താണ് കമലേഷ്, കഴിഞ്ഞ ദിവസമാണല്ലോ ഈ അഴിച്ചുപണി നടന്നത്. ഇപ്പോൾ വീണ്ടും ഈ മാറ്റങ്ങൾക്ക് കാരണം എന്താണ്? ഈ കഴിഞ്ഞ ദിവസം സ്ഥാനചലനമുണ്ടായ ആളുകൾക്ക് ഈ പുതിയ അഴിച്ചുപണിയിലും മാറ്റമുണ്ടായിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. മനു, തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് ഈ പറഞ്ഞ IPS തലപ്പത്ത് വലിയ നിലയിലുള്ള ഒരു അഴിച്ചുപണി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായും ഒരു ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ അത്തരത്തിലുള്ള സ്ഥലം മാറ്റങ്ങളും സ്ഥാനചലനങ്ങളും ഒക്കെ തന്നെ സ്വാഭാവികമാണ്. പക്ഷേ IPS തലത്ത് ഇത്തരത്തിലുള്ള ഈ സ്ഥലം മാറ്റങ്ങളും സ്ഥാനചലനങ്ങളും തുടർക്കഥയാകുന്നു എന്നുള്ളതാണ്. നിരന്തരം ഇത്തരത്തിൽ ആളുകളെ മാറ്റിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമായി തന്നെ വരികയാണ്. ഏതായാലും നിലവിലിപ്പോൾ വന്നിട്ടുള്ളത് വലിയ ഒരു ലിസ്റ്റ് തന്നെയാണ്. ഇതിൽ ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് ഈ ലിസ്റ്റ് പുറത്തു വരുന്നത്, ഈ ഉത്തരവ് പുറത്തിറങ്ങുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാറ്റമായി കാണുന്നത് പുട്ട വിമലാദിത്യ, ഉത്തരമേഖല IG ആയി പുട്ട വിമലാദിത്യയെ നിയമിക്കുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ നോഡൽ ഓഫീസർ കൂടിയാണ് പുട്ട വിമലാദിത്യ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് കണ്ണൂർ റേഞ്ച് DIG ആയി കെ കാർത്തികിനെ, തിരുവനന്തപുരം സിറ്റി കമ്മീഷണറായിരുന്നു കെ കാർത്തിക്, അവിടെ നിന്നും തൃശ്ശൂരിലേക്കാണ് അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം മാറ്റിയത്. തൃശ്ശൂർ റേഞ്ച് DIG ആയി കാർത്തികിനെ കഴിഞ്ഞ ദിവസം മാറ്റുന്ന സാഹചര്യമുണ്ടായിരുന്നു. അവിടെ നിന്ന് കണ്ണൂരിലേക്ക് വീണ്ടും കാർത്തികിനെ മാറ്റുന്നു എന്നുള്ളതാണ് നിലവിലെ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം ഈ കാർത്തിക്കും നാരായണനും അസൗകര്യം അറിയിച്ചത് പരിഗണിച്ചാണ് എന്നതാണ് ഇപ്പോൾ ഒരു വിശദീകരണമായി ഇതിൻ്റെ ഭാഗമായി നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ തൃശ്ശൂരിലുള്ള ഈ സ്ഥലം മാറ്റം, അതിൽ അസൗകര്യം കാർത്തിക്കും അതുപോലെ തന്നെ നാരായണനും അറിയിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ ഭാഗമായി കാർത്തികിനെ കണ്ണൂരിലേക്ക് മാറ്റുന്നു എന്നതാണ് നിലവിലെ ഒരു സാഹചര്യം. അതുപോലെ അരുൺ കെ പവിത്രൻ കൊച്ചി DCP ആയി അദ്ദേഹത്തെ നിയമിക്കുകയാണ്. അതോടൊപ്പം ജുവനപ്പടി മഹേഷ് ദക്ഷിണ മേഖല വിജിലൻസ് SP ആയി നിയമിതനാകുന്നു. ഷെഹൻഷാ KS തിരുവനന്തപുരത്ത് DCP ആയി ചുമതല ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ നിലയിലേക്ക് ഒരു ഉത്തരവ് വരുന്നു എന്നുള്ളതാണ്. ഏതായാലും നിലവിലിപ്പോൾ തുടർച്ചയായി ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഈ ഉദ്യോഗസ്ഥർക്ക്, അവരുടെ ഫാമിലിക്ക് ഒക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന ആക്ഷേപം നേരത്തെ തന്നെ ഉദ്യോഗസ്ഥർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒന്നുകിൽ ഈ ജൂൺ മാസമൊക്കെ, അതായത് കുട്ടികൾക്ക് സ്കൂളൊക്കെ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള ഓർഡറുകൾ, ഈ സ്ഥലമാറ്റങ്ങളൊക്കെ പൂർത്തിയാക്കേണ്ടതായിരുന്നു എന്ന കാര്യമാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പലർക്കും കുട്ടികളെ പലയിടങ്ങളിലായി പല സ്കൂളുകളിലായി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ വീട്ടിലുള്ള ആളുകൾ പലയിടത്തും ജോലി ചെയ്ത് തുടങ്ങുന്നുണ്ട്. അവർ സ്വന്തം വാടകയ്ക്കൊക്കെ വീട് എടുത്ത് താമസിക്കുന്ന ആളുകളുണ്ട്. അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിലുള്ള തുടർച്ചയായി സ്ഥലമാറ്റങ്ങൾ ഉണ്ടാകുന്നത് വലിയ ബുദ്ധിമുട്ടാണ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഉണ്ടാക്കുന്നത് എന്നതാണ് ഇതിൻ്റെ ഒരു വലിയ പ്രയാസമായി നിൽക്കുന്നത്. ഏതായാലും നിരവധി ഉദ്യോഗസ്ഥരെയാണ് ഈ വീണ്ടുമുള്ള ഈ സ്ഥലമാറ്റത്തിൽ സ്ഥാനചലനം സംഭവിച്ചിട്ടുള്ളത്. മനു, ശരി, അപ്പോൾ IPS തലപ്പത്ത് വീണ്ടും വലിയ അഴിച്ചുപണി സംഭവിച്ചിരിക്കുന്നെന്നാണ് ഇപ്പോൾ കമലേഷ് പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസം മാറ്റിയ ആളുകളെ വീണ്ടും സ്ഥലം മാറ്റി നിയമിച്ചിരിക്കുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ കെ കാർത്തിക് കണ്ണൂർ റേഞ്ച് DIG ആണ്. കഴിഞ്ഞ ദിവസം കാർത്തികിനെ തൃശ്ശൂർ റേഞ്ച് DIG ആയി നിയമിച്ചിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ വളരെ വേഗത്തിൽ കണ്ണൂരിലേക്ക് മാറ്റിയിരിക്കുന്നത്. പുട്ട വിമലാദിത്യ ഉത്തരമേഖല IG, ഓപ്പറേഷൻ തുഫാൻ നോഡൽ ഓഫീസർ കൂടിയാണ് വിമലാദിത്യ എന്നതാണ് മറ്റൊരു കാര്യം. നാരായണൻ TA തൃശ്ശൂർ റേഞ്ച് DIG ആയി നിലനിർത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കണ്ണൂർ റേഞ്ച് DIG ആയി പോകാൻ നാരായണൻ അസൗകര്യം അറിയിച്ചിരുന്നു. അതുകൊണ്ടാണ് തൃശ്ശൂരിൽ നിലനിർത്തിയിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെയാണ് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ മാറ്റങ്ങൾ ഒരു ദിവസം ഒരു മാറ്റം വരും, 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഈ കൊണ്ടുവന്ന് ഇരുത്തിയയാളെ അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചും ഇത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ നേരത്തെ കമലേഷ് പറഞ്ഞതുപോലെ കുട്ടികളെയൊക്കെ ഈ ഇടങ്ങളിലൊക്കെ സ്കൂളുകളിലൊക്കെ ചേർത്ത് അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമ്പോഴാണ് വളരെ വേഗത്തിൽ ഇങ്ങനെ ട്രാൻസ്ഫറുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും അത് അവർക്കും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് തന്നെയാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം.